ഇന്ന് ഏട്ടന് അവധി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എഴുന്നേറ്റ് ഫ്രഷായി വന്നപ്പോൾ ഞാനൊന്ന് ബെഡ്ഷീറ്റൊക്കെ മടക്കി ഒതുക്കി വെക്കുകയാണ്. മോനുള്ളതുകൊണ്ട് കിടക്ക നിറയെ തലയണയായിരിക്കും. അത് പിന്നെ എല്ലാ അമ്മമാർക്കും ഊഹിക്കാൻ പറ്റുമല്ലോ. കിടന്നിടത്തൊന്നും ആയിരിക്കില്ല മൂപ്പരുണ്ടാവുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കിച്ചണിലേക്ക് കയറി കേട്ടോ. ഇന്ന് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. തലേ ദിവസം തന്നെ ചിക്കൻ കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പുട്ടിനത് നല്ല കോമ്പിനേഷനാണല്ലോ. പിന്നെ ഒരു പപ്പടം കാച്ചിയേക്കാമെന്ന് വിചാരിച്ചു. അത് കണ്ണൂരുകാർക്കൊക്കെ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. നോൺ വെജ് രാവിലെ കഴിക്കാതെ ഒത്തിരി പേരുണ്ടാകും കേട്ടോ. പക്ഷേ ഞങ്ങൾക്കത് വലിയ വിഷയമൊന്നുമല്ലേ. അപ്പോൾ ഇന്ന് പുട്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ എളുപ്പത്തിൽ പുട്ടാവുകയും ചെയ്യും. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. അപ്പോൾ വേഗത്തിൽ പുട്ടുണ്ടാക്കാൻ വെച്ചു. ആ സമയത്ത് ചായ വേണമെന്ന് ഏട്ടന് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും മൂപ്പർ എത്ര തവണ ചായ കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും 4 പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും എല്ലാവർക്കും പപ്പടം ഇഷ്ടമാണ്. അപ്പോൾ പപ്പടം നമുക്ക് വേഗത്തിൽ ആക്കിയെടുക്കാം. എന്നിട്ട് കയ്യോടെ ചൂടോടെ നമുക്ക് പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചായയുടെ കാര്യത്തിൽ ചൂടോടെ വേണം ഒരാൾക്ക്. അതുകൊണ്ട് ഞാൻ ചായ ഒന്ന് എല്ലാ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം മാറ്റി വെച്ചിട്ടേ പപ്പടം കാച്ചതിന് ശേഷമാണ് ബാക്കി ചായയുടെ കാര്യങ്ങൾ നോക്കിയത് കേട്ടോ. സോറി, പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ടൈമിലാണ് ഇട്ടത്. പാല് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ ഇപ്പം ചൂടോടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കയ്യോടെ മൂപ്പർക്ക് കൊടുത്തേക്കാം. അല്ലെങ്കിൽ എനിക്ക് ചായ തീർത്തും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. ഞാൻ കഴിക്കാറുമില്ല. അപ്പോൾ മൂപ്പർക്കാണെങ്കിൽ ചായയുടെ പ്രാന്താണെന്ന് വേണം പറയാം കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ ഇത് ആദ്യം കൊണ്ട് കൊടുക്കുക, എന്നിട്ട് പുട്ട് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇത്തിരി ചൂടൊന്നും ആറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിക്കില്ല കേട്ടോ. ചൂടോടെ വേണമെന്ന് പറയും. ആ ഒരു കാര്യത്തിൽ മാത്രമേ മൂപ്പർക്ക് നിർബന്ധമുള്ളൂ. ചായ നല്ല ചൂടോടെ ഊതി കുടിക്കാനായിട്ട് വേണം കേട്ടോ. ഇനി ഇതാ പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട്. 2-3 പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ചിക്കൻ്റെ കറിയും എടുത്തു. പിന്നെ മോന് ഞാൻ സെപ്പറേറ്റ് പപ്പടം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ കയ്യിലുള്ളൊരു പപ്പടം അവനെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കുമ്പോൾ എന്തായാലും എൻ്റെ വായിലും കൂടെ വെച്ച് തരും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയിലായിരുന്നേ. കാരണം ഇടനേരത്ത് എന്തെങ്കിലും ഒരു കഴിക്കുന്ന പരിപാടി ഉണ്ടാവുമല്ലോ. കുറച്ച് സമയം നമ്മൾ സിനിമയൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ എനിക്ക് വായിൽ വെച്ച് തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മളുടെ ഒരു സ്നേഹപ്രകടനം, അത്ര തന്നെ. ഇനി ഒരു പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിപ്പം ആമസോണിൽ നിന്ന് അഗാരോയുടെ ഗ്രാനൈറ്റ് നോൺ സ്റ്റിക്ക് ഫ്രൈ പാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാസ്റ്റ് അലുമിനിയം ബോഡിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഗ്യാസിലും ഇൻഡക്ഷനിലും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നമുക്ക് ഇതിൽ കുക്ക് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനായിട്ട് പാസ്ത നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളത് വേണമല്ലോ. അപ്പോൾ ഡിസാനോയുടെ ഈ ഒരു പാസ്തയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് 100% വീറ്റിലാണ് ഉണ്ടാക്കുന്നത്. മൈദയും നല്ല, അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ എടുക്കുന്നതാണെങ്കിൽ ഡിസാനോയുടെ തന്നെ എക്സ്ട്രാ ലൈറ്റ് ഒലീവ് ഓയിലാണ്. ഇത് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഗുഡ് ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നല്ല ഫാറ്റാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ബാഡ് കൊളസ്ട്രോൾ കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്കറിയാലോ അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യമായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അതിൽ ഉപ്പും അതുപോലെ തന്നെ ഒലീവ് ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മളതിലേക്ക് നമ്മളുടെ പാസ്ത ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അറിയാമല്ലോ, എല്ലാവർക്കും ഇത് അറിയുന്ന പ്രൊസീജിയർ തന്നെയാണ്. പാസ്ത വെന്ത് വരുമ്പോൾ നമ്മൾ ഊറ്റി മാറ്റി അതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കുക. മീൻസ് കഴുകുക എന്ന് വെച്ചാൽ അത് തമ്മിൽ സ്റ്റിക്ക് ആവാതിരിക്കാനാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്തയാണ് കേട്ടോ. അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒലീവ് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി അത് വാങ്ങി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ കുറച്ചുകൂടെ ഒലിവ് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് എന്തെങ്കിലും വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു സ്പെഷ്യൽ പാസ്ത റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗാർലിക് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഉള്ളിയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ നമ്മൾ കുറച്ച് പയറെടുത്തിട്ടുണ്ട്, തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിന് ഉള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ചിലവർക്ക് ബീൻസൊക്കെ ചേർക്കുന്ന ഇഷ്ടമായിരിക്കും. നമുക്കിപ്പോൾ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഒത്തിരി വെന്തുടഞ്ഞ് ആ ഒരു പാകത്തിലേക്ക് ആവണ്ടല്ലോ. എല്ലാം ഒന്ന് ജസ്റ്റ് വെന്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സോസ് ചേർക്കുന്നതുകൊണ്ട് ആലോചിക്കണം, ഉപ്പിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോയത്. കുട്ടികൾക്കൊക്കെ പാസ്ത ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇത് അധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് വീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, മൈദയല്ല. അപ്പോൾ വേണ്ടുന്ന മസാല കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. കാരണം മസാലയുടെ പച്ചമണം നല്ല രീതിയിൽ മാറിക്കിട്ടണം. പിന്നെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കെച്ചപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒത്തിരി വെള്ളം വേണ്ട. നമ്മൾ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്തയിലേക്കും കൂടെ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുത്ത പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ മിക്സ് നിങ്ങൾക്ക് അവസാനം വേണമെങ്കിൽ മല്ലിയില കൂടെ തൂവി കൊടുക്കാവുന്നതാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുക കേട്ടോ. നല്ല ടേസ്റ്റ് ആൻഡ് യമ്മായിരുന്നു കേട്ടോ. ഒന്ന് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇടനേരത്ത് ഇതും കൂടി ഒന്ന് കഴിച്ച് നോക്കാം. എന്തായാലും ഒരു ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നമ്മൾ അമ്മമാർക്ക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ അധികം ടെൻഷൻ അടിക്കുകയും വേണ്ടല്ലോ. അടിപൊളിയല്ലേ ഈ ഒരു സംഭവം. എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ടാവേ ഡീറ്റെയിൽസ്. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പാത്രമൊക്കെ കഴുകി വെക്കുകയാണ്. ഒത്തിരി പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതൊരു യുദ്ധമാണ്. ഞാൻ ശരിക്കും വിചാരിച്ചാൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ പകുതി ആയപ്പോഴേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചാർജ് കേട്ടോ. ഞാൻ എന്തായാലും അലക്കാനുള്ളതും കാര്യങ്ങളൊക്കെ അതിന് മുമ്പേ തന്നെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം പുറത്ത് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. അപ്പം വെയിലത്തൊക്കെ ആറി ഇടുമ്പോഴേക്കും തന്നെ ഞാൻ ഫുൾ ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ലോഡ് പാത്രങ്ങളും ഉണ്ടാവുമല്ലോ, അതെല്ലാം രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ സ്ഥിരമാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിയതിന് ശേഷം നമ്മൾ മീൻ തലേദിവസം ഒത്തിരി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വെട്ടി വെക്കണം. ഇന്ന് ചെയ്യണോ നാളെ ചെയ്യണോ, ഇന്ന് ചെയ്യണോ നാളെ ചെയ്യണോ എന്ന് വിചാരിച്ചിട്ട് മൈൻഡിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മീൻ നമ്മൾ രാത്രി കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ ഇനിയും അത് വെച്ചിരുന്നാൽ, മുറിക്കാതെ വെച്ചിരുന്നാൽ എനിക്ക് പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മീൻ വെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കഴുകി മൊത്തം ഒന്ന് തുടച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ മീൻ വെട്ടാനായിട്ട് നിന്നത്. പക്ഷേ എന്താ പറയുക, മീൻ വെട്ടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും എല്ലാം ഒന്നുകൂടെ തുടക്കേണ്ട ഒരവസ്ഥയായി. അത് നമുക്ക് ഊഹിക്കാലോ. നമുക്ക് മീൻ വെട്ടി എന്തായാലും നമുക്ക് ഒന്നുകൂടെ വൃത്തിയാക്കേണ്ടി വരും. പക്ഷേ വൃത്തിയാക്കാതെ തന്നെ അവിടെ മീൻ വെക്കാനായിട്ടും എനിക്കൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പണി ഇരട്ടിയായിട്ട് കൊണ്ടിരിക്കുമല്ലോ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഏട്ടൻ വീണ്ടും ഒരു ചായക്ക് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വല്ലപ്പോഴല്ലേ ഇങ്ങനെ ലീവൊക്കെ കിട്ടി വീട്ടിലിരിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ലേ മൂപ്പർ ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഇങ്ങനെയല്ലേ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ അല്ലേ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. എനിക്കടക്കം വേണമെന്നുള്ളത് ഉണ്ടാക്കി തരും കേട്ടോ. അല്ലാതെ പണ്ടത്തെ പോലെ കാലു നീട്ടി ഇരുന്നിട്ട് എനിക്കത് വേണം ഇത് വേണം എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡൊന്നല്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഇത് കാണുമ്പോൾ പലരും അങ്ങനെ വിചാരിക്കും, പെണ്ണ് പണിയെടുക്കാനും അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കും. ഏട്ടന് വേറെ പണി കൊടുത്തിട്ടുണ്ട്, മോനെ നോക്കാനുള്ള ഫുൾ ഡ്യൂട്ടിയും കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ പണിയിലേക്ക് ഇറങ്ങിയത്. അല്ല ഇപ്പം ഞാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ മൂപ്പർ ഇതൊക്കെ എനിക്ക് ചെയ്തു തരുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു ഈഗോയും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വേണം പറയാം കേട്ടോ. ഞാൻ ഭയങ്കര പ്രൗഡാണ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇതാ ഞാൻ അകൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്, സ്ലാബൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഇനി അതിൽ വലിയ പണിയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, മീൻ മുറിക്കണ്ടേ. പക്ഷേ പിന്നെ ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മളെ വാങ്ങിക്കൊണ്ടുവന്ന സാധനം വെറുതെ വേസ്റ്റ് ആയിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഒരു ചായ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കയ്യോടെ ചായയാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ മോൻ എന്നോട് വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവനോടാണ് ഞാൻ ചിരിച്ചത്. അപ്പോൾ ചായ വേഗം ചൂടോടെ തന്നെ അത് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ചായ ഒഴിക്കുമ്പോഴും എനിക്ക് ഈ തൂവിപ്പോകുന്ന പരിപാടി എൻ്റെ ശീലമാണ്. അപ്പോൾ വീണ്ടും ഗ്യാസ് സ്റ്റോപ്പ് ഒന്നും കൂടെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മീനും കൂടെ വെട്ടിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഇനി ചിന്തിച്ചിരുന്നാൽ ചിലപ്പോൾ മടി പിടിച്ച് പണ്ടാരടങ്ങും. അപ്പോൾ അയില ഉണ്ടായിരുന്നു, പിന്നെ ഒരു കറ്റ്ല പോലത്തെ ഒരു മീനുണ്ടായിരുന്നു, അതുകൂടാതെ സ്ക്വിഡും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടി സ്പീഡിൽ ഞാനങ്ങ് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട മൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ പണിയൊക്കെ ഒതുക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു മതി, ഇനി എന്തായാലും ഇനി പ്രത്യേകിച്ച് ഒരു കറിയും കാര്യങ്ങളൊന്നും വേണ്ട, കറിയെല്ലാം ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും വയറ് ഫുള്ളായിട്ട് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായത്. പിന്നെ നമ്മൾ കഴിച്ചത് തന്നെ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴാണ്. എനിക്ക് ഒരുപാട് എഡിറ്റ് ചെയ്യാനും ഒരുപാട് ഷൂട്ട് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഇരുന്നപ്പോൾ പിന്നെ എൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഏട്ടന് ലീവായിരിക്കുമ്പോൾ കൂടെ ഒത്തിരി നേരം ഇരിക്കണം എന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഞാൻ ഭയങ്കര ബിസി ആയിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഉള്ള പണികൾ നമ്മൾ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേഗത്തിൽ ഞാൻ ചെയ്ത് തീർക്കാൻ നോക്കി. അപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടുമല്ലോ, ഒരു മനസ്സമാധാനം ഉണ്ടാവും അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ മീനൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി മീനിൻ്റെ വേസ്റ്റൊക്കെ അപ്പം തന്നെ കൊണ്ട് കളഞ്ഞു കേട്ടോ. ഈ കറ്റ്ല പോലത്തെ മീനിന് വല്ലാത്തൊരു ചൂളിയാണ്. അപ്പോൾ അത് വൃത്തിയാക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും എൻ്റെ പണിയൊക്കെ തീർത്ത് കുറച്ച് നേരം മനസ്സമാധാനമായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.